വെൽക്കം ടു അവർ ചാനൽ. പിന്നെ നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണാം. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റിനാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കട്ടറാണ്, നല്ലൊരു ഷാർപ്പ്നറാണ് നമ്മൾ അച്ഛൻ കൊണ്ടുവന്നത്. പിന്നെ നമുക്കുണ്ട് പറയാണ്, നമുക്കൊരു ടിഫിൻ മേടിച്ചിരുന്ന പുതിയ ടിഫിനാണ്. പിന്നെ ഒരു കുപ്പി, ഇതൊരു ടിഫിനാണ്. ഇതിന്റെ അകത്ത് കാണിച്ചു തരാം ഞാൻ. ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് നമുക്ക് എപ്പോഴും എന്തെങ്കിലും വെക്കാം, ഇവിടെയും വെക്കാം കേട്ടോ. പിന്നെ ഇവിടെ ചോറ് വെക്കാം. നമ്മൾ അതിന്റെ ഡെസ്ക് ഒക്കെ ഇതിലേ കൂടി ഇങ്ങനെ കളയണം. ഇത് പിന്നെ അതിൽ അടച്ചു വെക്കാം. പിന്നെ ഇത് ചോറും കറിയാനും വെക്കുമ്പോൾ പിന്നെ ഇത് സ്റ്റിക്കറൊക്കെ മേടിച്ചിരുന്നുണ്ട്. ഇത് മലയാളം കോപ്പി, ഇംഗ്ലീഷ് കോപ്പി എന്നെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുപ്പിയാണ് കേട്ടോ. കുപ്പി അധികം നിങ്ങൾക്ക് കാണിക്കണ്ടല്ലോ. പിന്നെ ഇത് പൗച്ചാണ് കേട്ടോ. ഇതൊരു ഷാർപ്പറിനാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾക്ക് ഇത് മൂർച്ചാക്കണ്ടേ. പിന്നെ ഇവിടെ കളിയുള്ളത്. പിന്നെ ഇതൊരു റബ്ബറാണ് കേട്ടോ. പിന്നെ ഇതൊരു ക്യാരറ്റിന്റെ റബ്ബർ. പിന്നെ ഇത് അതെനിക്ക് വാങ്ങിച്ച് ഇങ്ങനെ കറക്കാൻ പറ്റുന്ന അതെനിക്കും വാങ്ങിച്ചിട്ടുണ്ട്. റബ്ബറും പിന്നെ ഒരു ക്യാരറ്റിന്റെ റബ്ബറും. അപ്പൊ ഇന്ന് വാങ്ങിച്ച ഒരു വാട്ടർ ബോട്ടിലാണ്. ഇതൊരു സ്റ്റിക്കറാണ് കേട്ടോ. ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് 3D സ്റ്റിക്കേഴ്സ് ആണ്. നമ്മൾക്ക് 3 പേർക്കും വാങ്ങിച്ചിട്ടുണ്ട്. ഒരേപോലെ 3D സ്റ്റിക്കേഴ്സിൽ ഇതുണ്ട് സീൽ ഓഫ് ചെയ്യാൻ. പിന്നെ ഈ ഒരു സ്കെച്ചിന്റെ സെറ്റാണ്. നമുക്ക് കുറച്ച് നല്ലത് കിട്ടിയില്ല. കുറെ ബുക്സ് ഉണ്ട്. ഈ സ്റ്റിക്കേഴ്സിൽ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ബാഗ് സ്റ്റിക്കേഴ്സ്, പിന്നെ ബാഗ്, പിന്നെ സ്ലിപ്പ് ഉണ്ട്. അവൾക്ക് പറയാൻ കിട്ടുന്നില്ല. പിന്നെ ക്രയോൺസ് ഉണ്ട്. പിന്നെ അപ്പൊ ഇതാണ് എന്റെ വാട്ടർ ബോട്ടിൽ. ഇന്ന് നമ്മൾ വാങ്ങിച്ചതാണ് ഗൈസ്. ഇത് നമുക്ക് ഇങ്ങനെ ഇതാണ് ഇതിന്റെ. പിന്നെ ഇത് സ്കെയിലാണ്. ഇത് നല്ലൊരു സ്കെയിലാണ്. പിന്നെ ഇത് ക്രയോൺസ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റും. മടക്കി വെക്കാനുണ്ട്. പിന്നെ ഇതൊരു ബാഗാണ് കേട്ടോ. പിന്നെ ഇത് സ്റ്റിക്കേഴ്സ്. ഇത് ചോട്ടാ ഭീമന്റെ. പിന്നെ ഇത് യൂണിക്കോന്റെ ഇതാണ് കേട്ടോ. ഇത് കുറെ സ്റ്റിക്കർ കുറെ ഉണ്ട്. പിന്നെ ഇത് ഒരു കീച്ചൻ. പിന്നെ ഈ ഒരു സിബ്, ഇവിടെ ഒരു സിബ്, ഇവിടെ ഒരു സിബ്, ഇവിടെ ഒരു സിബാണ്. ഇത് യൂണിക്കോന്റെ ഈ ബാഗാണ് കേട്ടോ. ഇത് മിക്കി മൗസിന്റെ ടിപ്പ്. ഹായ് ഗൈസ്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം സ്ലിപ്പാണ്. നമുക്ക് ഈ വർഷം യൂണിഫോം വാങ്ങിക്കാനുണ്ടായിരുന്നു ഒരു ഷോപ്പിൽ നിന്ന്. മാത്രമല്ല കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു നെയിം സ്ലിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ അതിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ബോയ്ക്കാനത്തെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴാണ് നമുക്ക് കിട്ടിയത് ഇത്. പിന്നെ നമ്മൾ പാണ്ടേരെ ഇതാണ് കേട്ടോ. പെൻസിൽ ടോപ്പറാണ് കേട്ടോ. ഇതിൽ മായ്ക്കാൻ പറ്റും. പക്ഷെ ഇത് കരിയാവും കേട്ടോ. പിന്നെ ഇത് തിമിംഗലം. പിന്നെ ഇത് എടുക്കാനും പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബോ പോലത്തെ വെച്ചിട്ടുണ്ട്. ബോ അല്ല കേട്ടോ. നമ്മൾ 2 റോൾ ബൈൻഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ അധികം ബുക്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഒരു പെന്ന്. ഞാൻ കുറേ വർഷം വാങ്ങാറുണ്ട്. എല്ലാ വർഷവും വാങ്ങാറുണ്ട്. മിക്ക വർഷവും. ചില വർഷം ഞാൻ വാങ്ങാറില്ല. അപ്പൊ ഇത് അച്ഛൻ കൊണ്ടുവന്നതാണ്. ഇതിൽ കുറേ കളറുണ്ട്. ഇതൊരു ബുക്കാണ്. ഇത് ഇംഗ്ലീഷോ ഇത് മലയാളമാണ് കേട്ടോ. പിന്നെ ഇത് ഇംഗ്ലീഷിന്റെ ഡയറിയാണ്. നമ്മൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അവൾക്ക് ഇംഗ്ലീഷ് ഡയറി ഒന്നുമില്ല. അവളെ തന്നെ സ്വന്തം തീരുമാനിച്ചതാണ്. അവൾ ഇതുവരെ ക്ലാസ്സിലൊന്നും സ്കൂളിലൊന്നും പോയിട്ടില്ല. ഒന്നിലേക്കാണ് അവരിനി പോകുന്നത്. 2 ആളും ഒന്നിലേക്ക് പോവുകയാണ്. എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. വെറുതെ സബ്ജക്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതില്ലേ, ഇത് നമ്മുടെ ഡയറി
വാങ്ങിയിട്ടുള്ളത് വയലറ്റ് കളറൊക്കെ ഉണ്ട് guys. പിന്നെ ഇത് ഡയറിയാണ്. ഇത് ഇങ്ങനെ വയലറ്റ് കളർ നിൽക്കുമ്പോ ഇതിലേ കൂടിയിട്ട് പെന്ന് വരും. പിന്നെ മറ്റേ കളർ അല്ല പെന്നല്ല, അതിന്റെ ഇത് റിഫിൽ വരും. പിന്നെ വേറൊരു കളർ നിൽക്കുമ്പോൾ വേറൊരു കളർ, അത് അങ്ങനെ ഞെക്കിയാൽ മതി. അത് താഴോട്ട് ഇതാക്കുമ്പോൾ വരും. പിന്നെ ഇത് കണക്കിൻ്റെതാണ് കേട്ടോ. നമ്മള് ഫ്ലവേഴ്സിന്റെ നെയിം സ്ലിപ്പാണ് വാങ്ങിയിട്ടുള്ളത്. 4 ഇത് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ 4 ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവർക്ക് നിനക്കറിയില്ല, കളർഫുൾ പെന്നാണ്. ഇത് അവർക്ക് വാങ്ങിയിട്ടുള്ള വാട്ടർ ബോട്ടിലാണ്. അവരൊന്നും കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് സ്കെച്ച് വാങ്ങിയിട്ടുണ്ട്. 3 പാക്കറ്റ് നമ്മൾ വാങ്ങിയതല്ല, അച്ഛൻ വാങ്ങിയതാണ്. അച്ഛൻ രാജസ്ഥാനിൽ കൊണ്ടുവന്നതാണ്. പിന്നെ ഇതൊരു സ്റ്റിക്കറാണ്, 3D സ്റ്റിക്കർ. ഇത് നല്ല ഇതൊരു മായവില്ലിന്റെ തന്നെ അച്ഛൻ കൊണ്ടുവന്നാണ് കേട്ടോ. പിന്നെ നമ്മള് പസിലിന്റെ നമ്മുടെ സാധാ സ്കെയിൽ പോലത്തെ ഒരു നോർമൽ സ്കെയിൽ പോലത്തതാണ് ഇത്. പക്ഷെ ഇതിൽ പസിലും ഉണ്ട്, ഈ ഒരു ഗെയിമും ഉണ്ട് ഗൈസ്. അങ്ങനത്തെ ഒരു ഈ ഒരു സ്കെയില് നമ്മള് വാങ്ങിയതല്ല, അച്ഛൻ രാജസ്ഥാനിൽ കൊണ്ടുവന്നത്. കുറെ സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നു. നെയിം സ്ലിപ്പാണ് കേട്ടോ, ഒരു പൂവിന്റെ. നമുക്ക് അപ്പൊ ചേച്ചിക്ക് ഒരു നെയിം സ്ലിപ്പ്, എനിക്കൊരു നെയിം സ്ലിപ്പ്, സൈനക്കൊരു നെയിം സ്ലിപ്പ്. പക്ഷെ ഒന്ന് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. അല്ല, അത് എക്സ്ട്രാ വാങ്ങിയ ഇതൊരു ഇമോജിയാണ് കേട്ടോ. നമുക്ക് ഇതിൽ ഇതിങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ. അതാ ഇങ്ങനെ വെച്ചിട്ട് ഇതാ നമുക്കിതാ കണ്ടില്ലേ, നല്ലൊരു ഇമോജി സാധനമാണ്. പഠിപ്പിച്ചു കൊടുത്തതാണ്, നല്ലൊരു ഇത്. അതെനിക്ക് ഇഷ്ടമാണ്. നമ്മൾ 3 പേര് അതുകൊണ്ട് 3 പിൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മാറ്റി മാറ്റി ഇടാൻ പോവാണ്. അതായത് ഈ പിൻ നമുക്ക് ഇങ്ങനെ ഇത് പിന്നായതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇത് നോക്കി, ഇതിന്റെ ബാക്കിൽ പിന്നാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇവിടെ സാധാ സേഫ്റ്റി പിന്ന് പോലെയാണ് എടുക്കുന്നത്. അപ്പൊ നമ്മള് ഇത് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ആക്കാനോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ നമുക്ക് നല്ലതാണ്. 3 പിൻസ് കിട്ടുന്നത് അവൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. ശ്രമയുടെ ഫലമായി അവൾക്ക് അവസാനം കിട്ടിയിരിക്കുന്നു. പിന്നെ ഇത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഇങ്ങനെ എടുക്കും ഒക്കെ ചെയ്താൽ കീറി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളങ്ങനെ കൂടുതൽ എടുക്കാറില്ല. പിന്നെ 2 ഗമ്മ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ അവിടുന്ന് കൊണ്ടുവന്നതാണ്, രാജസ്ഥാനിൽ കൊണ്ടുവന്നതാണ്. അന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. കുറേ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛൻ. പിന്നെ ഓരോരുത്തർക്ക് 2 ക്രയോൺസ് പാക്കറ്റ് വീതം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് 2 ആക്കും, പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു സ്പിന്ന് ചെയ്യുന്ന ഒരു റബ്ബർ ഉണ്ട്. നല്ല രീതിക്ക് സ്പിന്നാവുന്നുണ്ട്. പക്ഷെ നമ്മൾ 3 പേര് ഉപയോഗിക്കും. ഇത് നമുക്കിങ്ങനെ ഇതിന്റെ കവറ് ഇല്ലേ, അതിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതിന്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വൈറ്റ്, ഒരു ഡാർക്ക് ഗ്രീന് പോലത്തെ ഒരു ഗ്രീനും പിന്നെ ഒരു പിസ്ത ഗ്രീനുമാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വന്നത്. നമ്മൾ 2 വാങ്ങിയിട്ടുണ്ട്. ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ബാഗ് ഇതുവരെ പറഞ്ഞില്ല കേട്ടോ. നല്ല ബാഗല്ലേ, ഡോറ പുതിയതാട്ടോ എനിക്ക്. പിന്നെ ഒരു കീച്ചൻ വാങ്ങിച്ചിട്ടുണ്ട്, അച്ഛൻ കൊണ്ടുവന്നതാട്ടോ. പിന്നെ ഇവൾക്കും കിച്ചണെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ബാഗ് പറയാൻ വിട്ടുപോയി ഗൈസ്. ഇത്രയും സാധനങ്ങൾക്കിടെ ഇത് ബാഗാണ്. ഇത് എന്റേത് പഴയതാണ്, കഴിഞ്ഞ കൊല്ലത്തെ ബാഗാണ്. അത് അലക്കി പുതിയതുപോലെ ആക്കി പുത്തനാക്കി എടുത്തതാണ്. ഇവര് കഴിഞ്ഞ കൊല്ലം യൂസ് ചെയ്യാതെ അംഗനവാടിക്ക് വേറൊരു ബാഗ് കൊണ്ടുപോയി ഇത് പൊന്നുപോലെ ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നത്. ഞാൻ 5 പാവായതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് തന്നെയാണ്. Bye bye, see you.